പേപ്പറിൽ വന്ന ഒരു ബൈബിള് കത്തിച്ച ഒരു അനുഭവം, ഒരു ന്യൂസ്. അത് ജസ്റ്റ് ഒന്ന് ഇതായി മനസ്സിലങ്ങ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നീ ആദ്യം അതൊന്ന് വായിക്കുക. ബൈബിൾ 1 വർഷത്തോളം എടുക്കുമെന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചായ ഒത്തിരി കുടിക്കുന്ന ചില സമയത്ത് ഞാൻ വിളിക്കും. അന്നേരം അവൾ പറയും, ഇത് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറയും. കല്ലറങ്ങാട്ട് പിതാവ് ബ്ലെസ് ചെയ്ത് തന്നു. പിന്നെ ഞാനിത് ബൈബിൾ എഴുതുന്ന സമയത്ത് ഫിനാൻഷ്യലി ഞങ്ങൾ ഇച്ചിരി സാമ്പത്തികപരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലായിരുന്നു. പറഞ്ഞു നിങ്ങളുടെ വീടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചാപ്പല്, ഒരു പ്രത്യേക ഒരു പ്രയറിനുള്ള സ്ഥലമുള്ള ഒരു റൂമൊക്കെ ഉള്ള ഒരു വീടാണ് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ഇസ്രായേലിൽ വെച്ച് തന്നെ പണിയിപ്പിച്ച വീടായതുകൊണ്ട് ഞങ്ങളുടെ ഐഡിയക്കല്ല ഇവിടെ ഞങ്ങളെല്ലാം കൊടുത്ത് പണിയിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രയർ ഹാളിനൊന്നും അത്ര ഒരു പ്രാധാന്യം കൊടുത്തല്ല ആ വീട് പണിതിരുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുമായിരുന്നു, എന്താണ് നിയോഗം വെച്ചാണോ ബൈബിൾ എഴുതിയതെന്ന് ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നിയോഗം വെച്ചിട്ടല്ല എഴുതിയത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഡാനിയലച്ഛനോട് പറഞ്ഞ, അച്ഛാ എനിക്കൊരു വീട്. അപ്പോൾ പറഞ്ഞ് ഓക്കെ ഇതാണ് ആ വീടെന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കേണ്ട ഒരു സമയം, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു വിടവുണ്ട്. ആ വിടവ് ഞാൻ നിർത്തുന്നത് സിസ്റ്റേഴ്സിനോടും ഈ അച്ഛന്മാരോടും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഇതില്ലാതായി പോകുന്നുണ്ട്. ബൈബിൾ എഴുതുക എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നത് പല ബൈബിൾ കൺവെൻഷൻ ഡാനിയൽ പൂണത്തിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയ ആ ടൈമിലാണ് ബൈബിളൊക്കെ എഴുതണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. അതിനുള്ളൊരു പ്രചോദനം കിട്ടിയത് ആ ടൈമിൽ പേപ്പറിൽ വന്ന ഒരു ബൈബിള് കത്തിച്ച ഒരു അനുഭവം, ഒരു ന്യൂസ്. അത് ജസ്റ്റ് ഒന്ന് ഇതായി മനസ്സിലങ്ങ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ പേപ്പർ ഒരു ഇൻസ്പിറേഷൻ ആയി എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വലിയ ആഴത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ എഴുതണം എന്ന് ചിന്ത വന്നപ്പോഴേക്കും ഇങ്ങനെ വികാരി അച്ഛനോട് എന്ന് പറഞ്ഞു. വികാരി അച്ഛനോട് പറഞ്ഞു നീ ആദ്യം അതൊന്ന് വായിക്കുക. ബൈബിൾ 1 വർഷത്തോളം എടുക്കുമെന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വായിക്കുകയാണ് ചെയ്തത്. ഞാനും ഹസ്ബൻഡും കൂടി 90 ദിവസം കൊണ്ട് അച്ഛൻ തന്നെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു, വായനയുടെ ഒരു പാറ്റേൺ 90 ദിവസത്തിൻ്റെ. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നമുക്ക് എഴുതണം എന്ന് വീണ്ടും ഒരു പ്രചോദനം തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ എഴുതാൻ തുടങ്ങിയത് ഈ മോഡലിലായിരുന്നില്ല. സാധാ ബുക്കിൽ സാധാ എഴുതുന്ന പോലെ തന്നെ എഴുതി. അവർ 2-3 പ്രാവശ്യം അങ്ങനെ എന്തോ ഇങ്ങനെ നമ്മൾ ഉറക്കത്തിലും ഇങ്ങനെ എണീറ്റ് വരുമ്പോഴൊക്കെ ഇതെല്ലാം എഴുതേണ്ട ഒരു മോഡൽ. അപ്പോൾ കുട്ടികളോടും ഒക്കെ പറഞ്ഞു മമ്മിയുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതി നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞ് പേപ്പറിൽ സങ്കീർത്തനത്തിൻ്റെ പല വേർഷനാണല്ലോ ബൈബിളിൽ വരുന്നത്. അപ്പോൾ പല വേർഷൻ വന്നപ്പോൾ പല വേർഷനും എഴുതി നോക്കിയപ്പം ചില പേജസ് കിട്ടാതായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെഴുതി. അങ്ങനെ റിപ്പീറ്റ് എഴുതിയപ്പോൾ എനിക്ക് എല്ലാ മോഡലും കിട്ടി തുടങ്ങിയപ്പോൾ അതിനുശേഷം ഏകദേശം 1 മാസത്തോളം ഞാൻ എഴുതി നോക്കി. കാരണം ഇതിലൊരു പുതിയ അറിവായതുകൊണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് എഴുതണം എന്നൊരു ചിന്ത വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുർബാന കൂടിയിട്ട് എന്ന് അച്ഛനോട് ഈ കാര്യം പറഞ്ഞ അച്ഛനെ കൊണ്ട് പേപ്പറും പേനയും വെഞ്ചരിച്ച് മേടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെ നീ എഴുത്, അങ്ങനെ എഴുതാവുള്ളൂ, അല്ലാതെ എഴുതിയാൽ അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അച്ഛനും ഫോട്ടോ എടുത്ത് കാണിച്ച് ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവള്ളിയിലിരുന്നത് ഇഗ്നേഷ്യസ് അച്ഛനായിരുന്നു, നടുവിലെ കുട്ടി. ഇഗ്നേഷ്യസ് അച്ഛനാണ് ഇതെനിക്ക് ബൈബിൾ പേപ്പറും പേനയും വെഞ്ചരിച്ച് തന്നത്. അങ്ങനെ ഒരു പേജ് ഞാൻ ആദ്യം എഴുതി നോക്കിയപ്പോൾ 1 മണിക്കൂർ എടുക്കുന്നുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഒരു പേജസിന് ഞാൻ ദിവസത്തിൻ്റെ കണക്കോ അങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത്. ഒരു പേജിന് 1 മണിക്കൂർ വെച്ചെന്നുള്ള ചിന്തയിൽ എഴുതിപ്പോയി. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം എടുത്തു എനിക്ക്. അടുപ്പിച്ച ദിവസങ്ങളല്ല, അസുഖങ്ങൾ വന്നു, ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഡിലേ വന്നാണ്. അങ്ങനെ സമയമാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണ് ഞാൻ പുതിയ നിയമവും പഴയ നിയമവും പുതിയ നിയമവും കൂടി 1714 പേജിൽ എഴുതി തീർത്തത്. ഇതുമ്പോൾ ഞങ്ങൾക്ക് 5 കുട്ടികളാണ്. പെൺകുട്ടികളെ 2 പേര് വിവാഹം കഴിഞ്ഞു. ഇനി ഒരു മോള് വിവാഹം കഴിക്കാനുണ്ട്. മോളിവിടെ ജർമ്മൻ കോച്ചിങ്ങിൽ ഇവിടെ പഠിപ്പിക്കുകയാണ്, മെഡിസിറ്റിയിൽ തൊടുപുഴ. പിന്നെ മോൻ കല്യാണം കഴിച്ചു, 2 കുട്ടികൾ. ഇളയ മോൻ ഫിസിയോതെറാപ്പി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അപ്പയുടെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. 2 പേരും അപ്പയുടെ കൂടെ ബിസിനസ്സിൽ സഹായിച്ച് നിൽക്കുന്നു. പിന്നെ ഞാനിത് ബൈബിൾ എഴുതുന്ന സമയത്ത് ഫിനാൻഷ്യലി ഞങ്ങൾ ഇച്ചിരി സാമ്പത്തികപരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ ആ സമയത്ത് ഞങ്ങൾ
ഏലം തോട്ടം എടുക്കുകയും പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ബിസിനസ് എക്സ്പോർട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി തുടങ്ങിയത്. ഇപ്പോഴും വെളിയിലേക്കുള്ള ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ബൈബിൾ എഴുതിയത് ഭൗതിക നേട്ടം അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഞാൻ ബൈബിൾ എഴുതിയത്. പക്ഷേ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയോ ഇങ്ങനെ നയിക്കുന്നുണ്ട് ഞങ്ങളെ. അല്ലാതെ ഭൗതികമായ യാതൊരു ഇതിൽ ഞങ്ങൾക്ക് ബൈബിൾ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വന്നിരുന്നില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയും വന്നിരുന്നില്ല. പിന്നെ എല്ലാവരും ചോദിക്കുമായിരുന്നു, എന്താണ് നിയോഗം വെച്ചാണോ ബൈബിൾ എഴുതിയതെന്ന് ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നിയോഗം വെച്ചിട്ടല്ല എഴുതിയത്. എഴുതാനൊരു പ്രചോദനം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അങ്ങ് തുടർച്ചയായിട്ട് എഴുതിയപ്പോൾ പിന്നെ അതൊരു വലിയ ഹരമായിട്ട് അങ്ങ് എഴുതാൻ തുടങ്ങുകയാണ് ചെയ്തത്. ദൈവത്തിന് മഹത്വം. എൻ്റെ ഭാര്യയാണ് ഷീവ. എൻ്റെ പേര് റോയ് തോമസ്. എനിക്ക് 5 കുട്ടികളാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളിപ്പം ചെറിയ സ്പൈസസിൻ്റെ വ്യാപാര എക്സ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ധ്യാനത്തിന് പോയായിരുന്നു, ഡാനിയൽ അച്ഛൻ്റെ ധ്യാനത്തിന്. അതിനു മുമ്പ് ഞങ്ങളൊരു ബൈബിള് വായിച്ചു തീർത്തു രണ്ടുപേരുടെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ബൈബിൾ എഴുതും എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇവള് പറഞ്ഞു, എനിക്ക് ബൈബിൾ എഴുതണം എന്തുമല്ലാന്ന്. ഞാൻ പറഞ്ഞു, എഴുതിക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ മൂഴൂർ ഇടവകയിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്. പാലാ രൂപതയിൽ മൂഴൂർ ഇടവകയിലായിരുന്നു. അന്ന് ഇഗ്നേഷ് അച്ഛനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, പേപ്പറും മേടിച്ച് പേനയൊക്കെ വെഞ്ചരിച്ച് തരാം, എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. ഞാൻ രാവിലെ മിക്കവാറും തന്നെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് വരുമ്പം ഇവിടെ ബൈബിൾ എഴുതുന്നതായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ചില ദിവസം എനിക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചായ ഒത്തിരി കുടിക്കുന്നതാണ്. ചില സമയത്ത് ഞാൻ വിളിക്കും, അന്നേരം അവൾ പറയും, ഇത് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറയും. പിന്നെ ഞാൻ അത് ശല്യപ്പെടുത്താറില്ല. പിന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത അവൾ എഴുതിയ. കാരണം ഈ മക്കൾ ഓടിക്കളിക്കുന്ന ഒരു സമയം പേന എടുക്കും, അതെടുക്കും, ഇതെടുക്കും എന്നിരുന്നാൽ പോലും കുട്ടികളെല്ലാം സൈലൻ്റായിട്ട് തന്നെ അത് തൊടിയല്ല. അങ്ങനെ എന്നാ പറയുന്നത്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രം എഴുതി തീർക്കാൻ സാധിച്ചാൽ ഭയങ്കര അത്ഭുതമായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കൈക്ക് വേദന, ഷോൾഡർ വേദന, ഇതെല്ലാം ഉണ്ട്. അതൊന്നും ഭാഗവച്ചില്ല ആൾ. ഇടയ്ക്ക് പറയും ഭയങ്കര വേദന. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഇടയ്ക്ക് കണ്ണിന് വേദനയാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാണ്, എഴുതണ്ട, സിസ്റ്റേഴ്സൊക്കെ എഴുതട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറയുമായിരുന്നു. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ മഠത്തിൽ നമ്മൾ സിസ്റ്റർ ആവുകയാണെങ്കിൽ അവർക്കാണെങ്കിൽ സമയമുണ്ട്, നിനക്കിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതണ്ട. അന്നേരം പറഞ്ഞില്ല, ഞാൻ എഴുതുമെന്നുള്ള അടിയുറച്ചൊരു തീരുമാനം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി കൊണ്ട് മാത്രമേ ഇങ്ങനെ എഴുതി തീർക്കാൻ പറ്റത്തുള്ളൂ. അതും ബൈബിൾ എഴുതുന്ന ആ വലിപ്പത്തിലുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓരോ പേജും ആ ഒറ്റ പേജിൽ തന്നെ തീർത്ത് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബൈബിൾ എഴുതി തീർന്നു കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഡാനിയൽച്ചൻ്റെ അവിടെ പോയി ഡാനിയൽച്ചൻ ഒപ്പിട്ട് സിഗ്നേച്ചർ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് പള്ളിയിൽ അൽത്താര വഞ്ചിരിപ്പുണ്ടായിരുന്നു, വീർണ പണിയൊക്കെ തീർന്നപ്പോൾ. അപ്പോൾ അവിടെ കല്ലറങ്ങാട്ട് പിതാവ് ബ്ലെസ് ചെയ്ത് തന്നു. ഞാൻ അവിടുത്തെ മൂഴൂർ പള്ളിയിലെ കമ്മിറ്റി മെമ്പറാണ്, 10ാം വാർഡിൻ്റെ അൽഫോൻസ വാർഡിൻ്റെ കമ്മിറ്റി മെമ്പർ ഒക്കെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ഭവനം ദൈവം ഒരുക്കി തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശകലം ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം തൽക്കാലം ഇങ്ങോട്ട് ഒരു റെൻറ്റിനൊരു വീട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പള്ളിക്കത്തോട്ടിലൊരു വീടുണ്ട്, ആ വീട് അപ്പം റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞായിരുന്നു ബൈബിൾ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വേറൊരു വീടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ ഒരു സുഹൃത്ത് പോൾ വെട്ടിക്കാട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു. അത് മലങ്കരയിൽ തന്നെയുള്ള ഒരു വൈദികനാണ്. അച്ഛൻ വീട് ഞങ്ങളുടെ കടയുടെ ബ്ലെസ്സിങ്ങിന് വന്നത് അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വീടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചാപ്പൽ,
ഒരു പ്രത്യേക ഒരു പ്രയറിനുള്ള സ്ഥലമുള്ള ഒരു റൂമൊക്കെ ഉള്ള ഒരു വീടാണ് മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ ഇസ്രായേലിൽ വെച്ച് തന്നെ പണിയിപ്പിച്ച വീടായതുകൊണ്ട് ഞങ്ങളുടെ ഐഡിയക്കല്ല ഇവിടെ ഞങ്ങളെല്ലാം കൊടുത്ത് പണിയിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രയർ ഹാളിനൊന്നും അത്ര ഒരു പ്രാധാന്യം കൊടുത്തല്ല ആ വീട് പണിതിരുന്നത്. അപ്പോൾ പോളച്ചൻ വീട്ടിൽ വന്നപ്പോഴേക്കും അച്ഛൻ പറഞ്ഞായിരുന്നു, നിനക്ക് ഈ വീടല്ല കാണുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ബൈബിൾ ബ്ലെസ് ചെയ്ത സമയത്ത് തന്നെ കറക്റ്റ് ബ്ലെസ് ചെയ്ത് അന്നാണ് ഇവിടെ തൊടുപുഴയിലെ വീട് എടുക്കുന്നത്. തൊടുപുഴയിലെ വീട്ടിലേക്കാണ് പാലാ സെൻറ് പ്രസ്സിലാണ് ഇത് അച്ചടിച്ച് നേരെ കൊണ്ടുവരുന്നത് തന്നെ തൊടുപുഴയിലെ ആ വീട്ടിലേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന ചാപ്പലാണ്, ശരിക്കും ഒരു ചാപ്പലാണ് ആ വീടിന്. അപ്പം ഞങ്ങൾ ആ വീടെടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയത് വീടിൻ്റെ വലിപ്പമല്ലായിരുന്നു ഞങ്ങൾക്ക്. ആ പ്രയർ ഹോള് ചാപ്പൽ കണ്ടപ്പോഴേക്കും എന്നോട് അപ്പം പറഞ്ഞു, നമുക്ക് വേണ്ടി പണിത ഒരു ചാപ്പൽ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ മിറക്കിൾ പോലെ ഞങ്ങൾക്ക് വന്ന് ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ സ്വന്തമായിട്ട് രണ്ട് വീടും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് എടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വേണ്ടായിരുന്നു. വീടില്ല, ഇപ്പോൾ വീടിൻ്റെ ഒരു പ്രത്യേകിച്ച് അത്യാവശ്യം ഇല്ലായിരുന്നു. പക്ഷേ ബിസിനസ്സിൻ്റെ ഒരു ഇച്ചിരി ലെവലൊക്കെ മാറി വന്നപ്പോൾ മോനാണെങ്കിലും പറഞ്ഞ് നമുക്ക് വേറൊരു വീട് ഇച്ചിരി ടൗൺഷിപ്പിലേക്ക് തോട്ടത്തിലേക്ക് പോകാൻ സൗകര്യത്തിനും എയർപോർട്ടിലേക്ക് മിക്കവാറും തന്നെ അബ്രോഡ് പോകേണ്ട കേസ് വരുന്നുണ്ട്. അപ്പം എയർപോർട്ടിലേക്കൊക്കെ പോകാനുള്ള സൗകര്യവും പള്ളിക്കത്തോട് എന്ന് പറഞ്ഞാൽ ഒരു 7 മണി കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇളയ മോനും മൂത്തമോനും കൂടി അവരുടെ ഒരു യൂണിറ്റിലാണ് ഈ പുതിയ വീടിൻ്റെ ഒരു ചിന്താഗതി വന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ അത് നമ്മളറിയാതെ കച്ചവടം നമ്മുടെ കയ്യിൽ വഴിക എന്നൊരു ചിന്തയില്ലേ. അപ്പോഴാണ് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ എനിക്കൊരു വീട്. അപ്പോൾ പറഞ്ഞ് ഓക്കെ ഇതാണ് ആ വീടെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ ജീസസ് എൻകൗണ്ടർ ചെല്ലുമ്പോൾ ഞാൻ ഇത് പറഞ്ഞായിരുന്നു. പിന്നെ ഒത്തിരി പേരുടെ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ബലമായിരുന്നു എഴുതുന്നതിന്. പോളച്ചനാണ് ആന്ധ്രയിലെ മിഷണറി. അവിടെ ഇപ്പം അച്ഛനൊരു പള്ളി, ചെറിയൊരു പള്ളി, 3 സെന്റ് സ്ഥലത്തൊരു പള്ളി പണിതുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെ ഒത്തിരി വൈദികരുടെ പ്രാർത്ഥനയുണ്ട്, സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥന. ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ പ്രചോദനം എന്ന് പറഞ്ഞാൽ കുന്നന്താനം പ്രൊവിഡൻസ് ഹോം ആണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റേഴ്സ്. പ്രൊവിഡൻസ് ഹോമിന്റെ ഇപ്പം താബോറൂഡ ഹൗസ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ഹൗസുകളുണ്ട് അവർക്ക്. അപ്പോൾ എത്രയും ഹൗസിലെ മദേഴ്സ് ഞങ്ങളെ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും എല്ലാ അമ്മമാരുമായിട്ട് നല്ല കണക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രാർത്ഥനയും ഇപ്പം നമുക്കൊരു ഫാമിലി ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കേണ്ട ഒരു സമയം, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു വിടവുണ്ട്. ആ വിടവ് ഞാൻ നിർത്തുന്നത് സിസ്റ്റേഴ്സിനോടും ഈ അച്ഛന്മാരോടും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ്. ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഇതില്ലാതായി പോകുന്നുണ്ട്. നമ്മുടെ ഒരു സങ്കടങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെ അവരുണ്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് കൂടെ. അത് അപ്പയ്ക്കാണേലും എല്ലാ കാര്യങ്ങൾക്കും ആത്മീയമായ കാര്യങ്ങൾക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമേ ഉള്ളൂ. പള്ളിയിൽ പോകുന്ന കാര്യങ്ങളും ആത്മീയ തലത്തിലെ കാര്യങ്ങളെല്ലാം. പിന്നെ ഞങ്ങളുടെ വീടിനൊരു ചെറിയ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അപ്പം ദേഷ്യപ്പെടുകയോ മദ്യപിക്കുകയോ പുകവലിക്കുകയോ അങ്ങനെ യാതൊരു ദുശ്ശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ്. വീട്ടിൽ ഞങ്ങൾ മറ്റൊരാളുടെ ഒരു ഫാമിലിയുടെ കുറ്റം പോലും വീട്ടിൽ പറയാനായിട്ട് അപ്പം സമ്മതിക്കത്തില്ല. സമ്മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പോലും മറ്റൊരാളുടെ കാര്യം നമ്മളിവിടെ പറയണ്ട. നമ്മുടെ വീട്, നമ്മുടെ പ്രൈവസി, ആരുടെയും കുറ്റം അത് നമ്മളല്ല കേൾക്കുന്നത്, ഈശോയെ കേട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു വാല്യൂ ഉള്ള ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ടും ദേഷ്യപ്പെടലില്ല. സ്വഭാവം ക്വയറ്റാണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളോടാണല്ലോ എന്നോടാണേലും എന്നും ഒരു ദിവസം ഒരു സ്വഭാവം, നാളെ വേറെ സ്വഭാവം, അങ്ങനെയില്ല. ഡെയിലി ഒരേ രീതിയിലാണ് പോകുന്നത്. അത് നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഒന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് കഴിച്ച് പിന്നെ മുരിങ്ങൂര് ധ്യാനത്തിന് പോയ പിന്നെയാണ് ദേഷ്യമെല്ലാം മാറിയതും എല്ലാം. അങ്ങനെ അവിടെ വെച്ച് നല്ലൊരു അനുഭവം ഉണ്ടായി. അപ്പം അത് പിന്നെ തെറി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് തന്നെ പണിക്കലച്ചൻ പറഞ്ഞായിരുന്നു, എന്നെ പേരെടുത്ത് തന്നെ പറഞ്ഞ് സ്പർശിക്കുമെന്ന് പറഞ്ഞാൽ, വേറെ ഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഹീബ്രു ഒക്കെ സംസാരിക്കാൻ അറിയാം. അവിടെ ഇസ്രായേൽ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു 5 വർഷം.